ആഭിമുഖ്യത്തിൽ നടന്ന കുടുംബശ്രീ CDS തല വാർഷികാഘോഷം പട്ടികജാതി യുവജനക്ഷേമ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലുണ്ടായ മാറ്റം, ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിലുണ്ടായ മാറ്റം, ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കുടുംബശ്രീ വന്നതിന് ശേഷമാണ് ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിക്കാൻ വനിതകൾക്ക് സാധിച്ചിട്ടുള്ളത്. ഒരു കാലത്ത് ഭരണ സംവിധാനങ്ങളിൽ നമുക്കോർക്കും ഗ്രാമസഭകളും വികസന സെമിനാറുകളൊക്കെ വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ ചേരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യമില്ലായിരുന്നു. പഞ്ചായത്ത് തീരുമാനിക്കുന്ന പദ്ധതികളിൽ നമ്മുടെ സ്ത്രീകളുടെ പങ്കാളിത്തം എത്രമാത്രമാണ് എന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി കുടുംബശ്രീ സംവിധാനം കേരളീയ സമൂഹത്തിന്റെ ചാലക ശക്തിയായി മാറിയപ്പോൾ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളിലും ജനാധിപത്യ സംവിധാനങ്ങളിലൊക്കെ മികവ് തെളിയിക്കുന്നതിനും വലിയൊരു മാറ്റമുണ്ടാക്കുന്നതിനും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബശ്രീയിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MLA ഗീതാ ഗോപി മുഖ്യാതിഥിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ വിശിഷ്ട സാന്നിധ്യവുമായി. വ്യാഴാഴ്ച രാവിലെ SNDP LP സ്കൂളിൽ നടന്ന പരിപാടിയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ ER ഉൽപ്പലാക്ഷി, മെമ്പർ സെക്രട്ടറി PS രശ്മി, തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CM നൌഷാദ്, മഞ്ജുള അരുണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വലപ്പാട് ജനമൈത്രി പോലീസും തൃപ്രയാർ സൗഹൃദം സ്നേഹ കൂട്ടായ്മയും സംയുക്തമായി തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. വലപ്പാട് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ വെച്ച് വ്യാഴാഴ്ച നടന്ന ക്യാമ്പ് ഇരിങ്ങാലക്കുട DYSP T ബിജു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VB ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാബു D പാറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സൗഹൃദം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ VR രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട മേഖല സമ്പൂർണ്ണ അവയവദാന സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ നയിക്കുന്ന അവയവദാന സമ്മതപത്ര സന്ദേശയാത്രയ്ക്ക് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഉജ്ജ്വല സ്വീകരണം. കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രി കോമ്പൗണ്ടിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്നും ശേഖരിച്ച രക്തദാന സമ്മതപത്രങ്ങൾ സമർപ്പിച്ചു. അവയവദാന സാക്ഷരതാ യജ്ഞം ചെയർപേഴ്സൺ മിനി വിൻസെന്റിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായൊരു പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഇവിടുത്തെ 5-ാം വാർഡിലെ ഓരോ വ്യക്തികളും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഓരോ അവയവങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരുടെ ജീവൻ. ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യപ്രഭാഷണം നടത്തി. നന്മ സമൂഹത്തിൽ ആയിരിക്കുന്ന വ്യക്തികളുടെ സ്വന്തമാണ്. അത് നിങ്ങൾ നേടിയെടുക്കാൻ സാധിച്ച ഈ അവസരത്തിൽ വൈകിട്ടാണ് ഞാൻ അറിയുന്നെങ്കിലും എന്റെ ഒരു അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക്. പ്രിയമുള്ളവരെ, ഒരു നാടിന്റെ നന്മയായിരിക്കണം ഈ നാട്ടിൽ വസിക്കുന്ന ഒരു മനുഷ്യരുടെ ആഗ്രഹം, സ്വന്തം നന്മയല്ല. ഒരു സമൂഹത്തിന്റെ നന്മയാണ് സമൂഹജീവിയായ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത്. സമൂഹത്തിന്റെ നന്മ, നാട്ടിൽ എല്ലാവർക്കും വെള്ളം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്റെ വീട്ടിൽ വെള്ളമുണ്ട്,
ഞാൻ കോരി കുടിക്കുക, കുളിക്കുക, കളിക്കുക. അപ്പുറത്തെ വീട്ടിൽ വെള്ളമില്ല, നീ പട്ടിണി കിടന്നണ എന്ന് പറയുന്നതല്ല. എന്റെ വീട്ടില് വെള്ളം ബക്കറ്റിൽ നിറച്ചു വെച്ചിട്ട് പറയാ, അന്തോണിയേട്ടാ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ട് അരി അടപ്പത്തിട്ട് കഞ്ഞി വെച്ചെന്ന് പറയണം. അല്ലാണ്ട് നീ വേണമെങ്കിൽ വെള്ളം കോരിക്കൊണ്ടോ എന്നും വേണമെങ്കിൽ പറയാം. മനുഷ്യൻ മനുഷ്യനാകുന്നത് അവരന്റെ ആവശ്യങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കുമ്പോഴാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ മനുഷ്യനാകുന്നത് കാരണം ദൈവത്തിന്റെ സ്വഭാവം അതാണ്. കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ സാമുവൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അവയവദാന സാക്ഷരതാ യജ്ഞം വാർഡ് കൺവീനർ CL ജോയ് സ്വാഗതവും NC വാസു നന്ദിയും പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടറായി തെരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് KB രേണേന്ദ്രനാഥിനെ ജന്മനാട് ആദരിക്കുന്നു. മുറ്റിച്ചൂർ കല്ലാറ്റുപുഴ ശിവക്ഷേത്ര പരിസരത്ത് വെച്ച് നടക്കുന്ന സ്വീകരണ സമ്മേളനം തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. PA മാധവൻ MLA രേണേന്ദ്രനാഥിനെ പൊന്നാട ചാർത്തി ആദരിക്കുകയും TN പ്രതാപൻ MLA ഉപഹാര സമർപ്പണവും നടത്തും. തൃശൂർ ജില്ലയുടെ ഗവൺമെന്റ് പ്ലീഡറായും പബ്ലിക് പ്രോസിക്യൂട്ടറായും നിയമിതനായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് KB രേണേന്ദ്രനാഥിന് ജന്മനാട് നൽകുന്ന സ്നേഹാദരവിൽ ഈ വരുന്ന 25-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് സംഘാടക സമിതി ചെയർമാനായ അമ്പയൻ നാസ്മുദ്ദീൻ, ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഡ്വക്കേറ്റ് മേയർ IP പോൾ മുഖ്യാതിഥിയാകും. മെയ് 25-ന് വൈകിട്ട് 5 മണിക്കാണ് ചടങ്ങ്. സ്വാഗത സംഘം ചെയർമാൻ നസീമുദ്ദീൻ അസയിൽ, ജനറൽ കൺവീനർ ഉമ്മർ കാരപ്പറമ്പിൽ, സക്കീർ മംഗലത്ത് എന്നിവർ അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ അന്ധതയെ തോൽപ്പിച്ച് മികച്ച വിജയം കരസ്ഥമാക്കിയ രേഷ്മയ്ക്കുള്ള പാരിതോഷികവും അഡ്വക്കേറ്റ് AU ഗ്രാമപ്പണിക്കർ ചടങ്ങിൽ വിതരണം ചെയ്യും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് യൂണിറ്റിന്റെ 17ാം വാർഷികാഘോഷവും കുടുംബസംഗമവും വ്യാഴാഴ്ച വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് TR സോമസുന്ദരന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷികാഘോഷം നാട്ടിക നിയോജകമണ്ഡലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ K ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അതാണ് നമുക്ക് പരിചയമില്ലാത്ത ഈ നിയോജകമണ്ഡലം പ്രസിഡന്റുമാര് എന്ന ഒരു പുതിയ പ്രയോഗം വന്നു. ആ നിയോജകമണ്ഡലത്തിന് വേണ്ടി ആരും കമ്മിറ്റികളുണ്ട്. അങ്ങനെ പ്രസ്ഥാനത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ പുതുതായി ഉണ്ടായത്. അത് പ്രകാരമാണ് ഈ നിയോജകമണ്ഡലം പ്രസിഡന്റുമാരുടെ പേര്. ഇവിടെ സംഘടനയുടെ പ്രവർത്തനം ജില്ലാ സെക്രട്ടറി P പവിത്രൻ എൻഡോമെന്റ് വിതരണം നടത്തി. ചടങ്ങിൽ 100% വിജയം നേടിയ വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ അനുമോദിച്ചു. CK പോൾ, ബാസ്റ്റ്യൻ ഊക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. CP ഷാജി സ്വാഗതവും PM ബഷീറുദ്ദീൻ നന്ദിയും പറഞ്ഞു. നാട്ടിക മണ്ഡലം AITUC തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിൽ വേതനം 320 രൂപയാക്കുക, തൊഴിൽ ദിനം 300 ആക്കുക, ദേശീയ ക്ഷേമനിധിയിൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തുക, തൊഴിൽ സമയം രാവിലെ 10 മുതൽ 4 മണി വരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV മോഹനൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 16 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും 1 ലക്ഷത്തിൽ താഴെ മാത്രം ആളുകൾക്കാണ് ഇതിന്റെ 100 ദിവസം തൊഴിൽ ലഭിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്രാവശ്യം സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ പോകാൻ പാടില്ല. ഇപ്രാവശ്യം എല്ലാവർക്കും കൃത്യമായി
നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള തൊഴിൽ ലഭിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഈ നിയമം ഇന്ത്യ രാജ്യത്ത് വന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരി വർഗം അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ബ്ലോക്ക് അംഗം ഷീജ സദാനന്ദൻ അധ്യക്ഷയായി. നേതാക്കളായ KM ജയദേവൻ, TK മാധവൻ, ശിവരാമൻ, KN കിഷോർ കുമാർ, ജ്യോതിലക്ഷ്മി, ദീപ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള.